പോരാട്ടം പ്രവചനങ്ങൾക്കപ്പുറത്തോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റോ. പോരാട്ടത്തെക്കുറിച്ച് പറയാനായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വരാജ് അവിടെ വന്ന് ഇറങ്ങുന്നതോടുകൂടി അവിടുത്തെ കളം ഒരു പരിധിവരെ മാറി എന്നുള്ളതാണ്. ശക്തമായ മത്സരത്തിൻ്റെ കളം CPM ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുകയും അതിൻ്റെ കേഡർ സമുദായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് അവിടെ ശക്തമായ രീതിയിൽ മത്സരിക്കാൻ തുനിഞ്ഞു തന്നെയാണ് CPM ഇറങ്ങിയിരിക്കുന്നത്. അത് വേറെ ഒന്നും നോക്കുന്നില്ല. അവരെന്താണോ ഇടതുപക്ഷം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ ശൈലിയിൽ തന്നെ ആ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുകയും അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം CPM പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ സ്ഥാനാർത്ഥിനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വിചാരിക്കുന്നത് CPM സ്വരാജിനെ നേരത്തെ തന്നെ തീരുമാനിക്കുകയും അതനുസരിച്ച് 3 മാസം മുന്നേ അവിടെ ആ മണ്ഡലത്തിന് ചുമതല കൊടുക്കുകയും അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പോവുകയും ഒക്കെ തീരുമാനിച്ച് അങ്ങനെ തന്നെയാണ്. അതെന്താണ് അതിന് കാരണം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് അവിടെ CPMൻ്റെ സിറ്റിംഗ് സീറ്റായി നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല എന്നുള്ള CPMൻ്റെ നിലപാട് കൊണ്ടാണ്. ആ നിലപാടനുസരിച്ചിട്ട് തന്നെയാണ് ശരിക്കും ഈ സ്വരാജിനെ അവിടെ ഇറക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വരാജ് 2021 എങ്ങനെ തോറ്റു എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ്. ഞാൻ എന്തുകൊണ്ട് 2021 തോറ്റു? 2016 സ്വരാജ് ഈ പറഞ്ഞ കെ ബാബുവിനോട് മത്സരിച്ച് ജയിക്കുന്ന സമയത്ത് സ്വരാജ് ഒരു പുതുമുഖമായ ഒരാളാണ്. ആദ്യമായിട്ട് മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ രീതിയിൽ അവിടെ ജനകീയനായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ജനകീയനായിരുന്നു ഞാൻ അല്ല. ബാബുവിൻ്റെ വാർഷിക വിഷയം കാരണം വലിയ രീതിയിൽ ബാബു കൈയടക്കി വെച്ചിരുന്ന സീറ്റായിരുന്നു അത്. ആ സീറ്റിലേക്കാണ് സ്വരാജ് ഒന്ന് മത്സരിക്കുകയും അവിടെ ജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 2021 ആ പറയുന്ന സ്വരാജിൻ്റെ ആ ജനകീയനാകാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കേഡർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്ന് വരുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു സാധാരണക്കാരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലല്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തകനായി പാർട്ടി സംഘടന ശക്തമായ രീതിയിൽ അത് സൈദ്ധാന്തിക രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതുപോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു ശൈലി കൊണ്ട് ഒരു ജനങ്ങളുടെക്ക് ഇറങ്ങിച്ചെന്ന് കാരണം കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എല്ലാ കല്യാണത്തിന് പോകും, എല്ലാ വീടുകളും അദ്ദേഹത്തെ കയറി ഇറങ്ങും, ഒരു മരിച്ചിറക്കേണ്ടി തലേദിവസം പോയി അവിടെ കിടക്കും. അങ്ങനെയുള്ള വലിയ രീതിയിൽ ജനീയ ഒരാളാണ് കെ ബാബു. അദ്ദേഹത്തിൻ്റെ അത്രയും ആ രീതിയിലേക്ക് എത്താൻ സ്വരാജിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ സമയത്ത് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ സ്വരാജ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്വരാജ് കുറേയും കൂടെ ജനകീയനായ സ്വരാജിനെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഇന്നലെയും ഇരിക്കാന്നൊക്കെ പത്രസമ്മേളനത്തിൽ കണ്ടല്ലോ, വലിയ രീതിയിൽ അദ്ദേഹം ജനങ്ങളോട് പെരുമാറുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ശൈലി വളരെ വലിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേഡർ വോട്ടുകളൊന്നും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VV പ്രകാശ് ആയിരുന്നു. VV പ്രകാശാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് ജയിക്കേണ്ട ആൾ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്ര ജനകീയനാണ് അദ്ദേഹം, ഒരാൾ കുറ്റം പറയാത്ത ആൾ. ആ സമയത്ത് ആര്യാട ഷൗക്കത്ത് എന്ന് പറയുന്ന നേതാവ് എടുത്ത നിലപാട് എനിക്കിവിടെ പറയേണ്ടതുണ്ട്. ആ സമയത്ത് നിലപാടെടുത്ത 2021 ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന സമയം വരെ ശക്തമായി സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു ഈ പറയുന്ന ആര്യാട ഷൗക്കത്ത്. ആര്യാട ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. കാരണം എന്താണ്? 2016 തോറ്റതുകൊണ്ടും ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ടും VV പ്രകാശിനെ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇന്നൊരു വീഡിയോ കാണുമായിരുന്നു. ആ വീഡിയോയിൽ ഈ ആര്യാട ഷൗക്കത്തിനെ കഷ്ടപ്പെട്ട് പറഞ്ഞ് അനുനയിപ്പിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ VV പ്രകാശ് പോയി കൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കൈ തട്ടി മാറ്റി അദ്ദേഹം പോയി സീറ്റിലിരിക്കിയത്. എന്നിട്ടെന്താണ് ആ പ്രസംഗത്തിൽ ആദ്യമായി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, 2016 എന്നെ തോൽപ്പിക്കാൻ എടുത്ത നിലപാടുകളൊക്കെ എനിക്കറിയാം, ആ സ്വഭാവം ഞാനിവിടെ കാണിക്കുന്നില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞ ആളാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അയ്യോ കോൺഗ്രസ് ഒരു സീറ്റിന് വേണ്ടി അടിയിടാക്കാതെ അല്ലെങ്കിൽ ആര്യാട ഷൗക്കത്ത് ഇതുപോലെ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് ഒത്തു നിന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ VV പ്രകാശിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ തന്നെയാണ് ഈ ആര്യാട ഷൗക്കത്ത്. അതുകൊണ്ട് അതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാവുന്നത്. ഞാൻ പറയുന്നത് 66,000 വോട്ടാണ് അന്ന് ഈ ആര്യാട ഷൗക്കത്തിന് കിട്ടി. ആ വോട്ട് തന്നെ കിട്ടാൻ പോകുന്നില്ല, അതിൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വോട്ട് കൂട്ടിയ ഒരാളെന്ന് പറയുന്നത് ഈ ഷൗക്കത്താണ്. ഞാൻ ഓരോ മണ്ഡലങ്ങളെടുത്ത് വഴിക്കടവ് അന്ന് PV അൻവറിന് കിട്ടിയത് 13,571. VV പ്രകാശിന് കിട്ടിയത് 13,406. എത്ര പോയിൻറ്റ് വ്യത്യാസമുള്ളത്? 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമാണ്. അടുത്തത് മൂത്തേടം 6,581, VV പ്രകാശ് 8,554, 2000 വോട്ട് വ്യത്യാസം. ആര് കൂട്ടി? ഈ VV പ്രകാശ് കൂട്ടി. എടക്കര 7,784, മറ്റേ 7,785. ഞാൻ പറയുന്നത് ഒരു വോട്ടിൻ്റെയും 2 വോട്ടിൻ്റെയും വ്യത്യാസമാണ് ഓരോ മണ്ഡലങ്ങളിലും. പോത്തുകല്ല് 8,319, 7,813. ചുങ്കത്തറ 10,669 PV അൻവറിന് കിട്ടുമ്പോൾ ഈ ചുങ്കത്തറയിൽ എന്താ അറിയോ 10,879
50 വോട്ട് വി പ്രകാശിന് കിട്ടിയാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി PV അൻവർ 13,564, 12,881. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അമരമ്പലം കരുളായി 7,605 PV അൻവർ, അതാണ്. വി പ്രകാശ് 6,156. അമരമ്പലം 11,238, വി പ്രകാശ് 9,784. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തറിയോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പോത്തുകൽ പഞ്ചായത്ത് 8,319 വോട്ടാണ് ആർക്ക് കിട്ടിയത്? അൻവറിന് കിട്ടിയത്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ CPM നല്ല കോട്ടയത്. ആ സ്ഥലത്ത് 7,813 വോട്ട് ആർക്ക് മേടിക്കാൻ കഴിഞ്ഞു? ഈ പറഞ്ഞ പ്രകാശിന് മേടിക്കാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം നിങ്ങൾ 7,000 പോയിട്ട് അവിടെ 5,000 പോലും മേടിക്കാൻ പറ്റുന്ന വരില്ല ആ സ്ഥലത്ത്. കാരണം എന്താണ്? അവിടെ CPM ശക്തമായ പ്രവർത്തനം. കാരണം അവിടുത്തെ അവിടുത്തെ പ്രവർത്തനം, അവിടുത്തെ ശൈലി, ഇതാണ് അവിടുത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് ആര്യാട ഷൗക്കത്ത് വരുന്നതോടുകൂടി ആ മണ്ഡലം ജയിക്കുന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ആദ്യം അവിടെ സംവിധാനങ്ങൾ മനസ്സിലാക്കണം. ഇനിയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംവിധാനം LDF UDF തമ്മിലുള്ള മത്സരമാണ്. ഇതിലേക്ക് അൻവർ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അൻവർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ അൻവർ നേടിയതിൻ്റെ 10% ഓരോ മണ്ഡലങ്ങളിലും, ഓരോ പഞ്ചായത്തിലും വെറും 10% വെച്ച് മേടിച്ചാൽ മതി. 10% വെച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, ഈ 9 സ്ഥലത്ത് 10% വോട്ട് വെച്ച് മേടിച്ചാൽ തന്നെ 10,000 വോട്ടിന് മേലെ പോകും. നിങ്ങൾ 10% ഒന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓരോ പഞ്ചായത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് അരുൺ സാറ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു സമുദായം ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിനെ ആക്കണം എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ സമുദായത്തെ കാര്യം പറഞ്ഞാൽ, ക്രിസ്ത്യൻ സമുദായത്തെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കണമെന്നും VV ജോയിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അവർക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന PV അൻവറിന് അവർ വോട്ട് ചെയ്യുമോ? അവർ ഈ പറയുന്ന സ്വരാജിന് വോട്ട് ചെയ്യുമോ? ഷൗക്കത്തിന് വോട്ട് ചെയ്യുമോ? ആ വോട്ട് മുഴുവൻ പോകാൻ പോകുന്നത് എവിടേക്കാണ്? ഒന്നില്ലെങ്കിൽ ഷൗക്കത്തിലേക്ക് വരണം, അല്ലെങ്കിൽ PV അൻവറിലേക്ക് വരണം. ഇതാർക്കും അങ്ങനെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ അങ്ങനെ കാണേണ്ടത് ജനങ്ങളുടെ ഒരു സഭയും ഒരു കാലത്തും ഈ കാര്യത്തിൽ സഭ ആർക്കും പിന്തുണ കൊടുക്കില്ല. ഇല്ല, ഒരു കാലത്തും ഒരു സഭയും ഒരു നേതാവിന് പ്രഖ്യാപിക്കുള്ളൂ. പക്ഷേ എന്താണ്, ഒരു നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കാറില്ല, ഒരു ഇലക്ഷന് പ്രഖ്യാപിക്കാറില്ല. ഇപ്രാവശ്യം എന്ത് സംഭവിക്കുന്ന അറിയോ? നിലമ്പൂരിലൊക്കെ സംഭവിക്കുന്നത്, അത് കിട്ടേണ്ട ഏക സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ആര്യാട ഷൗക്കത്താ. അവിടേക്ക് ഒരു പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, ആ ഒരു ഏരിയയിലേക്ക് പോകാൻ കഴിയുന്നില്ല ആര്യാട ഷൗക്കത്തിന്. അതാണ് അവിടുത്തെ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഒരു പഞ്ചായത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർണായകമാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള സംഭവം. നേരത്തെ പറഞ്ഞല്ലേ, മുസ്ലിം 40% മേലെ വോട്ടുണ്ട് അവിടെ. ഈ 40% വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളിത് എന്താണ് പറയുന്നത് പോലെ, എന്താണ് ജനകീയ സ്ഥാനാർത്ഥി ആര്? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ തന്നെ പറയൂ, ആരാണ് ഇതിൻ്റെ അകത്ത്? ആര്യാട ഷൗക്കത്താണോ, അൻവറാണോ, ഈ പറയുന്ന സ്വരാജാണോ ജനകീയ സ്ഥാനാർത്ഥി? നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 15,000 വോട്ടിന് മേലേക്ക് അൻവർ പിടിച്ചു തുടങ്ങിയാൽ എന്താ പിന്നെ അവസ്ഥ എന്നറിയോ? അൻവർ പിടിച്ചു തുടങ്ങിയാൽ ഇത് ത്രികോണ മത്സരമായി. അതിന് താഴേക്കാണ് ട്രെൻഡെങ്കിൽ നമുക്ക് ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല. അതിന് മേലേക്ക് ത്രികോണ മത്സരമായി. ആ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ശൈലി അനുസരിച്ച്, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സ്വരാജിൻ്റെ ലൈനിലാണ് ഈ സാധനം പോകുന്നത്. സ്വരാജാണിത് കൈകാര്യം ചെയ്ത് പോകുന്നത്. നമ്മളിന്ന് 2 ജാഥകൾ കണ്ടല്ലോ, ഒന്ന് സ്വരാജിൻ്റെയും ഒന്ന് ഷൗക്കത്തിൻ്റെയും. ഞാൻ അത് രണ്ടും ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു. 2 ബോക്സിലിട്ട് കണ്ടു. രണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? മറ്റത് ആരവാണ്. ഈ ആരവം എപ്പോഴാണ് കണ്ടിരുന്നത് അറിയോ? 2021 പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്ന അൻവറിന് കണ്ട ആരവം അവിടെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആര്യാട ഷൗക്കത്തിൻ്റെ അടുത്ത്, പിന്നെ സ്വരാജിൻ്റെ അടുത്ത്. മറ്റേ ആരവം അവിടെ അത്ര കാണുന്നില്ല. അത് മനസ്സിലാക്കില്ല. ഇന്നും ഒരക്ഷരം സർക്കാരിനെതിരെ പറയാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നും അൻവറിൽ കെട്ടിത്തിരിയേണ്ടി വന്നു. ഇന്നത്തെ ദിവസം, ഇനി ആകെ 18 ദിവസമേ ഉള്ളൂ. ഇന്നത്തെ ദിവസവും അൻവറിലേക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം ഇനി എത്ര നേരം പറയും? ഇനി എന്താണെന്നറിയോ? ഇനിയിപ്പം CPM അങ്ങോട്ട് പറയുന്നതിന് കൗണ്ടർ അടിച്ചു പോകേണ്ടി വരും. ഇത് നേരത്തെ കയറി അടിക്കണമായിരുന്നു. നേരത്തെ കോൺഗ്രസ് കയറി അടിക്കുന്നതിന് പകരം ഇപ്പം എന്ത് സംഭവിക്കും? ഇനി CPM എന്താണോ പറയുന്നത് അതിൻ്റെ കൗണ്ടർ അടിച്ച്, അതിൻ്റെ ഭാഗമാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഒക്കെ പോസ്റ്റുകൾ. ഇതിൻ്റെയൊക്കെ മറുപടി കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒന്നും പറയാനായിട്ടില്ല. PV അൻവർ മത്സരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കൂട്ടലാണ് അവിടെ നടക്കുന്നത്. അത് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചിത്രങ്ങളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.